നമ്മളെ ഇഷാൻ്റെ ബർത്ത്ഡേക്ക് ഒരു കേക്ക് കട്ടിങ് എങ്ങനെയും വെറൈറ്റി ആയിട്ട് ചെയ്യണമെന്ന് നമ്മൾ പ്ലാൻ ചെയ്യുകയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കാണ് നമ്മളെ തിരുവനന്തപുരത്തുള്ള ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ ഗ്ലാസ് ബ്രിഡ്ജ് ഓപ്പൺ ആയത് അറിഞ്ഞത്. നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലോട്ട് പോയി. കാണാനൊക്കെ ഭയങ്കര രസമാണ്. നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല ഹൈറ്റിലാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജ് ഇരിക്കണം. ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൻ്റെ കുറേ പടികൾ കയറി വേണം നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് എത്താനായിട്ട്. വന്ന് കയറി കണ്ടാൽ പോലും ഭയങ്കര വെർത്താണത്. ടിക്കറ്റ് റേറ്റ് പറഞ്ഞത് ഒരാൾക്ക് ടൂറിസ്റ്റ് വില്ലേജിലോട്ട് 40 രൂപയും ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് 200 രൂപയാണ്. പക്ഷേ എനിക്ക് ആ വലിയ സുഖമായിട്ട് തോന്നിയില്ല. കാരണം താഴെ തന്നെ ഗ്ലാസ് ബ്രിഡ്ജിലോട്ടുള്ള പാസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 200 രൂപയ്ക്ക് കാര്യം നടക്കും. നമ്മളങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് കയറുമ്പം വലിയ കുഴപ്പമൊന്നും തോന്നൂലെങ്കിലും നടന്ന് മുമ്പോട്ട് പോകുമ്പോഴത്തേക്കാണ് അതിൻ്റെ ആ ഒരു സംഭവം നമുക്ക് മനസ്സിലാവണം. നല്ല രസമാണ് കാണാനും, നല്ലൊരു എക്സ്പീരിയൻസാണ്, നല്ല വൈബാണ്. താഴോട്ട് നോക്കി നടന്നു കഴിഞ്ഞാൽ കിളി പറക്കും, അത് ഉറപ്പാണ്. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, ഒരു ടോക്കൺ സിസ്റ്റം എങ്ങാനും വയ്ക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഈ തിരക്കിൽ എല്ലാവരും ഇടയിൽ കൂടെയൊക്കെ കയറി പോകണതായിട്ട് ഞാൻ ശ്രദ്ധിച്ച്. ഇഷാനെ താഴെ ഇറക്കിയപ്പോഴത്തേക്കാണ് ഇഷ ഒരുമാതിരി റോക്കറ്റ് വിട്ട കണക്കാണ് അതുവഴി ഓടിച്ചാടി കളിച്ചുകൊണ്ടിരുന്നത്. ഒരു പേടിയില്ല. ഞാനൊക്കെ തത്തിയാണ് നടന്നു പോയിക്കൊണ്ടിരിക്കണത്. എല്ലാവർക്കും പേടിയായിരുന്നു. താഴോട്ട് നോക്കാനൊന്നും ഒരു രക്ഷയില്ല. പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. നമ്മളൊരു വേണ്ടപ്പെട്ടവരുടെ ബർത്ത്ഡേയോ ആനിവേഴ്സറിയോ ഒക്കെ വെറൈറ്റി ആയിട്ട് ഒരു കേക്ക് കട്ടിങ്ങൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലം സ്പോട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. നമുക്ക് ഭയങ്കര ഫീലായിരുന്നു. ഇതിൽ മെയിനായിട്ടും പറയേണ്ട കാര്യം, ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ വെച്ച് ഏറ്റവും പ്രായം കുറഞ്ഞ ബർത്ത്ഡേ കേക്ക് കട്ടിങ് നമ്മളെ ഇഷാൻ്റെതായിരുന്നു. അതുപോലെ തന്നെ ബർത്ത്ഡേ കേക്ക് കട്ടിങ്ങും നമ്മുടെ ഇഷാൻ്റെതാണ് നടത്തിയത്, ഏറ്റവും ഫസ്റ്റ് നടത്തിയത്. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത്. നമ്മളെ തിരുവനന്തപുരത്ത് വരുന്ന എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് കയറി എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് നോക്കുക. അത്രയും രസമുണ്ട്, നല്ലൊരു വൈബായിരുന്നു അവിടെ. പിന്നെ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും വന്ന് ഇഷാന് ബർത്ത്ഡേ വിഷൊക്കെ ചെയ്തു. ഈ ഗ്ലാസ് ബ്രിഡ്ജ് എത്ര ഹൈറ്റിലാണെന്ന് ഞാൻ എവിടെ നോക്കിയിട്ടും കണ്ടില്ല. അതറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. 50 മീറ്റർ നീളവും 2 മീറ്റർ വീതിയാണുള്ളത്. എത്ര ഹൈറ്റിലാണെന്നുള്ളത് ഒരിടത്തും മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ ലൊക്കേഷൻ മറക്കണ്ട, നമ്മളെ തിരുവനന്തപുരം ആക്കുളത്തുള്ള പുതിയ ഗ്ലാസ് ബ്രിഡ്ജ് കിടിലം.